CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥയുടെ പ്രചരണാർത്ഥമാണ് പട്ടാമ്പി മണ്ഡലത്തിൽ മുഹമ്മദ് മൂസിൻ MLയുടെ നേതൃത്വത്തിൽ വികസന സന്ദേശ ജാഥ നടന്നത്. കഴിഞ്ഞ 10 വർഷക്കാലം LDF സർക്കാർ മണ്ഡലത്തിൽ നടപ്പാക്കിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും LDF സർക്കാർ വീണ്ടും അധികാരത്തിൽ വരേണ്ടതിന്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുകയുമാണ് ജാഥയിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് നേതാക്കൾ പട്ടാമ്പിയിൽ ചേർത്ത വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആധിപത്യ മുന്നണി കേരള സംസ്ഥാനത്തിൽ 3 മേഖലാ ജാഥ തീരുമാനിച്ചിട്ടുണ്ട്. അതിലെ വടക്കൻ മേഖല ജാഥ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷ് നയിക്കുന്ന ജാഥ 14-ാം തീയതി 4 മണിക്ക് പട്ടാമ്പിയിലെത്തും. ജാഥയുടെ മാനേജർ യുവ MP ആയിട്ടുള്ള സന്തോഷ് കുമാറാണ്. അതുപോലെ തന്നെ NCP-യുടെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് സുരേഷ് ബാബു ജാഥയിലുണ്ട്. കാസിം ഇരിക്കൂർ INL നേതാവ് ഉണ്ട്. ഇനി ഇവരെല്ലാം അടങ്ങുന്ന ജാഥയാണ് 14-ാം തീയതി 4 മണിക്ക് പട്ടാമ്പിയിൽ എത്തുന്നത്. ആ ജാഥ കേരളത്തിലെ 10 വർഷമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനും അതുപോലെ തന്നെ നവകേരളം, ഒരു പുതിയ കേരളം സൃഷ്ടിക്കുന്നതിന് ആവശ്യമായ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ജനങ്ങളിൽ നിന്ന് ആരായുന്നതിനും ഒക്കെയുള്ള വിപുലമായ അർത്ഥത്തിലുള്ള ജാഥയാണ്. ഈ ജാഥ 14-ാം തീയതി മേലെ പട്ടാമ്പി ജംഗ്ഷനിൽ നിന്ന് ആനയിച്ച് ഈ നക്ഷത്ര തൊട്ട് കിഴക്കുള്ള ഗ്രൗണ്ടിലേക്കാണ്. അവിടെ വെച്ചാണ് പരിപാടി സ്വീകരണം കൊടുക്കുന്നത്. 3 മണിക്ക് തന്നെ ഈ സ്ഥലത്ത് നമ്മുടെ പരിപാടികൾ ആരംഭിക്കും. 4 മണിക്കാണ് ജാഥ എങ്കിലും 3 മണിക്ക് അവിടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറും. നാളെ വൈകുന്നേരം 5-ന് മുളയങ്കാവിൽ നിന്നും ജാഥ ആരംഭിക്കും. മന്ത്രി GR അനിൽ ജാഥ ഉദ്ഘാടനം ചെയ്യും. CPI ജില്ലാ സെക്രട്ടറി സുമലത ഉൾപ്പെടെയുള്ള നേതാക്കളും പങ്കെടുക്കും. 7-ന് ആമയൂരിൽ നിന്നും ആരംഭിച്ച ജാഥ കുപ്പൂത്ത് സമാപിക്കും. 8-ന് വെല്ലപ്പുഴ ചെങ്കൽപ്പാവിൽ നിന്നും ആരംഭിച്ച് മുതുതലയിൽ ജാഥ സമാപിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു. ഈ സർക്കാരിനെ ആക്ഷേപങ്ങൾ പറഞ്ഞ്, അഴിമതി പറഞ്ഞ് തോൽപ്പിക്കാനാവാത്ത പ്രതിപക്ഷം വർഗീയത കൊണ്ട് തോൽപ്പിക്കാൻ ശ്രമിക്കുകയാണ്. പല പുരോഹിതന്മാരും കരുതുന്നത് മതേതരത്വം എന്നത് ഒരാശയമാണെന്നാണ്. എന്നാൽ മതേതരത്വം എന്നത് നമ്മുടെ ജീവിതമാണ്. എൻ്റെ അധ്യാപകൻ ഉണ്ണികൃഷ്ണൻ മാസ്റ്ററായിരുന്നു. എൻ്റെ ഡോക്ടർ ശ്രീകുമാർ ഡോക്ടറാണ്. അത് തിരിച്ചും അങ്ങനെയാണ്. ഈ നഗരങ്ങളും ഈ പാതകളും ഈ പൊതുസ്ഥാപനങ്ങളും ഒക്കെ എല്ലാ പുരോഹിതരും ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഒരു കേരളത്തെ മതവർഗീയവൽക്കരിക്കാനുള്ള ആസൂത്രിതമായ നീക്കം കേരളത്തിൽ നടക്കുന്നുണ്ട്. ഈ ജാഥയുടെ ഭാഗമായി ഞങ്ങളത് പുറത്തു കൊണ്ടുവരും. മുസ്ലിം ലീഗാണ് കേരളത്തിൽ അല്ലെങ്കിൽ മലബാറിൽ സാമുദായിക വിഭജനം നടത്തുന്നത്. പട്ടാമ്പി മണ്ഡലത്തിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ വിപ്ലവകരമായ വികസന പ്രവർത്തനങ്ങളാണ് നടപ്പാക്കിയതെന്നും നേതാക്കൾ അവകാശപ്പെട്ടു. ഫെബ്രുവരി 14-ന് വൈകുന്നേരം 4 മണിക്കാണ് MV ഗോവിന്ദൻ നയിക്കുന്ന LDF വികസന മുന്നേറ്റ ജാഥ പട്ടാമ്പിയിൽ എത്തുന്നതെന്നും ഇവർ പറഞ്ഞു. ഈ വികസനം തുടരണം, അതൊക്കെ അപ്രായോഗികമാണ് എന്ന് പറയുന്ന ഒരു കൂട്ടര് നമ്മുടെ അധികാരം ഏറ്റെടുക്കുകയും കേരളം പുറകോട്ട് പോകുകയാണ്. ഇതാണ് ജനങ്ങൾ തീരുമാനിക്കേണ്ടത്. ഇതിലേറെ വേണം ജനങ്ങൾ തീരുമാനിക്കണം. അങ്ങനെ ജനങ്ങളെ അഭ്യർത്ഥിക്കാനാണ് ഞങ്ങളില്ലാതെ ജനങ്ങൾക്ക് വേണ്ടി പറയേണ്ടത്. ഇട്ടുകൊണ്ട് ഒരു അഭിപ്രായം സ്വീകരിച്ചുകൊണ്ട് നിങ്ങളുടെ വീടുകളിൽ കയറിയിറങ്ങി കുടുംബയോഗങ്ങൾ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇനി ഗോവിന്ദ മാഷ ജാഗ്രതഭാഗമായിട്ട് ചർച്ച നടക്കുന്നുണ്ട്. ഇത്തരം ചർച്ചകളോട് ജനങ്ങളുടെ അഭിപ്രായം കൂടി സ്വീകരിച്ചുകൊണ്ട് ജനങ്ങളിൽ നിന്ന് അഭിപ്രായം സ്വീകരിച്ച് ഇനി എങ്ങനെ മുന്നോട്ട് പോകണം, 2030 കേരളം എങ്ങനെയാവണം എന്നൊരു വിഷൻ രൂപീകരിച്ച് അതനുസരിച്ച് പ്രകടനപത്രിക ഉണ്ടാക്കി പ്രകടനപത്രിക അനുസരിച്ച് പ്രവർത്തിക്കാം. നമുക്കറിയാലോ. വാർത്താ സമ്മേളനത്തിൽ നേതാക്കളായ T ഗോപാലകൃഷ്ണൻ, KP അബ്ദുറഹ്മാൻ, പരമേശ്വരൻ, TK നാരായണദാസ്, അഷ്റഫ് അലി വെല്ലപ്പുഴ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു.